എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മപഥം ഭാഗവതം ക്ലാസ്സിൻ്റെ പുതിയ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വന്ദന ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത്. 3 ഭാഗങ്ങളായിട്ട് വന്ദന ശ്ലോകങ്ങൾ കണ്ടു. അതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുന്നു, അതിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിലേക്കാണ്. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 2 ഭാഗങ്ങളായിട്ടാണ് നിലവിൽ നമ്മൾ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് പത്മപുരാണത്തിൽ ഉള്ളതാണ്. പത്മപുരാണത്തിലുള്ളത് ഭാഗവത സപ്താഹത്തിൻ്റെ മാഹാത്മ്യമാണെന്ന് വേണച്ചാൽ പറയാം. കാരണം അത് കൂടുതൽ സപ്താഹത്തെ കാണിച്ചു തരുന്ന, സപ്താഹത്തിൻ്റെ പ്രാധാന്യത്തെ കാണിച്ചു തരുന്ന പ്രകാരത്തിലാണുള്ളത്. ഇനി രണ്ടാമത്തെ ഒന്നുള്ളത് സ്കന്ദപുരാണത്തിലാണ്. അവിടെയും ഭാഗവത സപ്താഹത്തെ ആയിട്ടല്ല, ഭാഗവത ശ്രവണത്തെയാണ് കൂടുതൽ അവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ 2 മാഹാത്മ്യങ്ങൾ ഭാഗവതത്തിൻ്റെതായിട്ടുണ്ട്. കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് പത്മപുരാണത്തിലെയാണ്. നമുക്കൊക്കെ അറിയാം, ഒരുവിധ ആളുകളൊക്കെ ഭാഗവത സപ്താഹ വേദികളിൽ കേൾക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള കഥകളൊക്കെ ഉള്ളത് പത്മപുരാണത്തിലെയാണ്. നമ്മളും പത്മപുരാണത്തിലെ ആ ഭാഗത്ത് തൊട്ടിട്ട് നമുക്ക് ക്ലാസ് ആയിട്ട് ആരംഭിക്കാം. മറ്റൊന്നുള്ളത് അവസാനം ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നു, ഈ അധ്യാത്മപഥം എന്ന ഈ ഗ്രൂപ്പ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇനി സൂമിൽ ക്ലാസ് ഉണ്ടാവും എന്നുള്ളത്. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ വായിച്ച് അതിൻ്റെ ശ്ലോകവും അർത്ഥവും എന്ന ക്രമത്തിൽ ആദ്യം അയച്ചു തരാം. അത് ഒന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഭാഗവതം ക്ലാസ് ആയിട്ട് ആരംഭിക്കാം എന്ന്, സൂമിൽ അതിൻ്റെ ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്ന ക്ലാസ് ആയിട്ട് ആരംഭിക്കാവുന്നു. അത് നമുക്ക് ഇനി തൊട്ടിട്ട് ആരംഭിക്കാം. അപ്പം ഇതുവരെയുള്ള ഭാഗത്ത്, വന്ദന ശ്ലോകങ്ങളുടെ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിലേക്ക് വന്നിട്ടില്ല. നമുക്ക് ഇനി ക്ലാസ് ആയിട്ട് ആരംഭിക്കാനും പോവുകയാണ്. നമ്മുടെ ഔപചാരികമായിട്ടുള്ള പഠനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരികയാണ്. ആ പഠനം പൂർണ്ണമായ രീതിയിൽ പഠിക്കാൻ ആരംഭിക്കുകയാണ്. പഠനം പൂർണ്ണമായി എന്നല്ല, പഠനത്തിൻ്റെ രീതി നമ്മൾ പൂർണ്ണമായിട്ട് ആരംഭിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പത്മപുരാണത്തിലുള്ളത് ആദ്യം കാണാം. ഒക്കെ ഒരു വിഷയം പറയട്ടെ, പല ആളുകളും ചോദിച്ചിരുന്നു മെസ്സേജ് ആയിട്ടൊക്കെ, ഏത് ഭാഗവത പുസ്തകമാണ് ഫോളോ ചെയ്യാൻ നല്ലത് എന്നുള്ളത്. അപ്പം ഭാഗവത പുസ്തകങ്ങൾ, മലയാള ലിപിയിൽ ലഭ്യമായിട്ടുള്ള ഭാഗവത പുസ്തകങ്ങൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആധികാരികമായിട്ട് പറ്റുന്നത് 2-3 പുസ്തകങ്ങളാണ്. അതിലൊന്ന് ഗുരുവായൂർ ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള ശ്രീമദ് ഭാഗവതം എന്ന 2 വോള്യങ്ങളാണ്, 2 പുസ്തകങ്ങളായിട്ടാണുള്ളത്. 300 രൂപയോ മറ്റാണ് ഇപ്പോൾ ഉള്ള വില. ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ അത് ലഭ്യമാണ്. മറ്റ് പ്രധാന ബുക്ക് സ്റ്റാളുകളിൽ, ഇപ്പോൾ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഒക്കെയുള്ള ചില പുസ്തകശാലകളിൽ അത് കിട്ടുമെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ ഗുരുവായൂർ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കും. മറ്റൊന്ന് അതുപോലെ തന്നെ കുറച്ച് ആധികാരികമായിട്ടുള്ള, നമുക്ക് കൂടുതൽ ഉറപ്പിക്കാവുന്ന, ഈ ആധികാരികമായിട്ടുള്ള വിശ്വസിക്കാവുന്ന എന്നൊക്കെ വാക്ക് പറയണതിനർത്ഥം ധാരാളം അക്ഷരത്തെറ്റുകൾ വന്നു പോകാറുണ്ട് മറ്റ് പല പുസ്തകങ്ങളിലൊക്കെ. അപ്പോൾ ആ അക്ഷരത്തെറ്റുകളുടെ എണ്ണം കുറവുള്ള, താരതമ്യേന നമുക്ക് കൂടുതൽ ഉറപ്പിക്കാവുന്ന ഒന്ന് എന്ന് പറയാവുന്ന മറ്റൊരു ഗ്രന്ഥമുള്ളത് ഗീതാ പ്രസിൻ്റെയാണ്. ഗീതാ പ്രസ് നമുക്കൊക്കെ അറിയാം, പ്രശസ്തമായ ഗോരഖ്പൂരിലെ ഗീതാ പ്രസ്. അവർ മലയാളം ലിപിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, മലയാളം ലിപിയിൽ തന്നെ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളുകളിലൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ടും ലഭ്യമാണ്. ഓൺലൈനിൽ ഗീതാ പ്രസിൻ്റെ വെബ്സൈറ്റിൽ അത് ഓൺലൈനായിട്ട് ലഭ്യമാണ്. അതാണ് മറ്റൊരു സൗകര്യമുള്ളത്. പിന്നെ ബോംബെയിൽ നിന്നുള്ള ഗിരി ട്രേഡേഴ്സ്, ഗിരി ബുക്ക് സ്റ്റാൾ, അവരും ഇതുപോലെ ഭാഗവതം മലയാള ലിപിയിൽ എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും നല്ല വലിയ അക്ഷരമാണ്, നല്ല പുസ്തകമാണ്. ഇതൊക്കെയാണ് നമുക്ക് വിശ്വസിക്കാവുന്നുള്ളത്. പിന്നെ നിരവധി ആളുകളുടെ വേറെ പുറത്തിറക്കിയിട്ടുണ്ട്, യൂണിവേഴ്സൽ പബ്ലിഷേഴ്സ്, അങ്ങനെ പലരും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും എത്രമാത്രം ആധികാരികമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ എന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ആ പുസ്തകങ്ങളൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല. ഓരോ അക്ഷരം പ്രതി അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേജിൽ ഇരുന്ന് വായിക്കുന്ന പോലെ ഒന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് എനിക്കറിയില്ല. ഈ 3 പുസ്തകങ്ങളും പൂർണ്ണമായിട്ടും ഞാൻ വായിച്ചത് കൊണ്ട് മാത്രമല്ല, ഗിരി ട്രേഡേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്കൊക്കെ ധാരാളം അറിയുന്ന പുസ്തകശാലയാണ്, വളരെ പാരമ്പര്യമുള്ളതാണ്. അപ്പോൾ അത് ധാരാളം ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെയാണ് ഗീതാ പ്രസിൻ്റെ, അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ.
അവരിൽ തെറ്റ് വരില്ല എന്നുള്ള നമുക്കൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് റെക്കമെൻഡ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് വാങ്ങാൻ സൗകര്യമുള്ള പുസ്തകങ്ങൾ. അതിൽ ഗിരി ബുക്ക് സ്റ്റാളിൻ്റെയും ഗീതാ പ്രസിൻ്റെയും ഓൺലൈനിൽ കിട്ടും. മറ്റത് ഗുരുവായൂർ പോകുമ്പോഴേ കിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ് ഏറ്റവും വില കുറവുള്ളത്, 300 രൂപയേ ഉള്ളൂ. മറ്റത് കുറച്ചുകൂടി വിലയുണ്ട്. പക്ഷെ ഇത് മൂന്നുമാണ് നമുക്ക് ആധികാരികമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പത്മപുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ 193 അധ്യായം മുതൽക്ക് 6 അധ്യായങ്ങളായിട്ടാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പത്മപുരാണത്തിലെ ഈ കഥയുടെ രംഗവും കൂടി ഒന്ന് ആമുഖമായിട്ട് പറയട്ടെ. പത്മപുരാണത്തില് ഉത്തരഖണ്ഡത്തിലാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. അവിടെ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് പത്മപുരാണത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുൻപ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം കേട്ടതിന് ശേഷം പാർവതി ദേവി മഹാദേവനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ഭഗവത്ഗീതയുടെ മഹാത്മ്യം കേട്ട് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യവും കൂടി കേൾക്കണം എന്ന് പറയുമ്പോൾ മഹാദേവനാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ വർണ്ണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പ്രകാരത്തിൽ നമുക്ക് ഇനിയുള്ളത് കേൾക്കാം. അവിടെ ദേവിയുടെ ചോദ്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് മഹാദേവൻ ആരംഭിക്കുകയാണ്. ഈശ്വര ഉവാച, മഹാദേവൻ പറഞ്ഞു തുടങ്ങി എന്ന തൊട്ടിട്ടാണ് ആരംഭിക്കുന്നത്. നൈമീഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതി എന്നാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ അത് തുടക്കത്തില് 2 വന്ദന ശ്ലോകങ്ങളും അതിനുശേഷം കഥ പറയുന്ന രീതിയിലുമാണുള്ളത്. അവിടെ ഈശ്വര ഉവാച അല്ലെങ്കിൽ മഹാദേവൻ പറഞ്ഞു എന്നുള്ള ആ വാക്ക് അവിടെ ഇല്ല, നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളിൽ ഇല്ല. ഏതായാലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രകാരത്തിൽ നമുക്ക് കടന്നു വരാം, അങ്ങനെയാണല്ലോ സൗകര്യം. അപ്പോൾ മലയാള പുസ്തകങ്ങളിൽ പൊതുവെ ആദ്യത്തെ വന്ദന ശ്ലോകം തുടങ്ങുന്നത് തന്നെ സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിൻ്റെ വലിയ അർത്ഥമൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം, സൂമിലെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സാമാന്യമായിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ സച്ചിദാനന്ദ രൂപായ, സച്ചിദാനന്ദം രൂപമായിട്ടിരിക്കുന്ന, സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദി ഹേതവേ, വിശ്വത്തിന്റെ ഉൽപ്പത്തി മുതലായവയ്ക്ക് കാരണമായിട്ടിരിക്കുന്ന വിശ്വോൽപത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ, ശ്രീകൃഷ്ണനായിക്കൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നത്? താപത്രയ വിനാശായ, താപത്രയങ്ങൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കുന്നത് എന്നാണ് തുടങ്ങുന്ന ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ കൂടുതൽ വിസ്തരിച്ചിട്ടുള്ള അർത്ഥം സംപൂജ്യ സ്വാമിജി ഉദ്ഘാടന സഭയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായി. വാസ്തവത്തില് കൂട്ടത്തിലൊരു കാര്യം പറയാം, വാസ്തവത്തില് ഭാഗവതത്തിന്റെ മഹാത്മ്യം തൊട്ട് ആരംഭിക്കണമോ അതോ നേരിട്ട് ഭാഗവതത്തിലേക്ക് പ്രവേശിച്ചാൽ മതിയോ എന്ന ഒരു ആശയ കുഴപ്പത്തിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ഞാനും ഈ ഇതിന്റെ സംഘാടനത്തിൽ പുറകിലുണ്ടായിരുന്നവരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ചർച്ചയിലായിരുന്നു ഏത് വേണം എന്നുള്ളത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാമിജി അന്നത്തെ ഉദ്ഘാടന സദസ്സിൽ നേരിട്ട് തുടങ്ങി വെച്ചത് സച്ചിദാനന്ദ രൂപായ എന്ന് ആരംഭിച്ചത്. അപ്പൊ നമുക്ക് വ്യക്തമായ ഉത്തരം സ്വാമിജി പറയാതെ പറഞ്ഞു, മഹാത്മ്യം തൊട്ട് തുടങ്ങൂ എന്ന് നിർദ്ദേശിച്ചതുപോലെയായി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തൊട്ടിട്ട് തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകം അങ്ങനെയാണ്, സച്ചിദാനന്ദ രൂപായ. അപ്പൊ അത് കൂടുതൽ വിസ്തരിച്ച് സ്വാമിജിയുടെ ക്ലാസ്സിലുണ്ട്, ബാക്കി നമ്മുടെ ക്ലാസ്സിലും ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ശ്ലോകവും ശ്ലോകത്തിന്റെ പദം എങ്ങനെയാണ് ഓരോ പദങ്ങളും വരണത് എന്നും ശ്രദ്ധിക്കാം. ഭാഗവത പാരായണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതിലെ പദങ്ങളുടെ ഘടന. ഓരോ വാക്കുകളും ഉച്ചരിക്കേണ്ടത് അതിൻ്റെ കൃത്യമായ രീതിയിൽ എങ്ങനെയാണോ വാക്കുകൾ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതുപോലെ വേണം. 2-3 ലഘുവായ നിയമങ്ങൾ ഇത് എപ്പോഴും ഓർക്കാനുള്ളതാണ്, ഭാഗവതം വായിക്കുമ്പോൾ എപ്പോഴും ഓർക്കാനുള്ളതാണ്. അതിൽ ആദ്യത്തെ നിയമമാണ് കഴിയുന്നതും പദങ്ങൾ പിരിച്ച് വായിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന്. കാരണം സംസ്കൃതത്തിന്റെ ഒരു അടിസ്ഥാന നിയമമാണ്, എഴുതുന്നയാളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുത്തുകാരന് പദങ്ങളെ കൂട്ടിയിട്ടോ പിരിച്ചിട്ടോ എഴുതാം. പക്ഷെ ഒരിക്കൽ എഴുത്തുകാരൻ അത് കൂട്ടിയിട്ടാണ് എഴുതിയതെങ്കിൽ വായനക്കാരൻ അത് കൂട്ടിയിട്ട് മാത്രമേ വായിക്കാവൂ, പിരിച്ചു വായിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ
നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം. നൈമിഷേ സൂതം ആസീനം അഭിവാദ്യ മഹാമതിം എന്ന് പിരിച്ചിട്ടാണ് വാക്കുകളൊക്കെ ഉള്ളത്. അങ്ങനെ പിരിച്ചാൽ അങ്ങനെയാണ് വരിക. പക്ഷെ ഇത് എഴുത്തുകാരൻ എഴുതിയത് സൂതമാസീനം അഭിവാദ്യ മഹാമതിം എന്നാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ വായിക്കണം. സൂതമാസീനം അഭിവാദ്യ, അതുവരെ ഒറ്റ വാക്കായിട്ട് തന്നെ നമ്മൾ വായിക്കണം. ഇതിന് പറയാ സമഷ്ടി പദം എന്നാണ്. അപ്പോൾ നമ്മൾ സമഷ്ടി പദങ്ങളെ അങ്ങനെ തന്നെ വായിക്കാൻ ശീലിക്കണം. ഇനി വലിയ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് 5-ാമത്തെ സ്കന്ധത്തിലെ ചില വാക്കുകളൊക്കെ, ഒരു പാരഗ്രാഫൊക്കെ ഒരു വാക്കായിട്ട് വരും. ആ സമയത്ത് വായിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മളവിടെ കഴിയുന്നതും പദം പിരിക്കാതിരിക്കണം. ഇതിന് ഇങ്ങനെ പറയുന്നതിന് 2 കാരണമാണ്. ഒരു കാരണം, പദം പിരിച്ച് വായിക്കുന്ന സമയത്ത് ആ പദത്തിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പലയിടത്തും നമ്മൾ പോകെ പലയിടത്തും മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. പദം പിരിച്ചാൽ ആ പദത്തിന് ഒരർത്ഥം മാത്രമാവും. പിരിക്കാതിരിക്കുമ്പോൾ ഭാവനയ്ക്കനുസരിച്ച്, നമ്മുടെ സങ്കല്പ ശക്തിക്കനുസരിച്ച് പല അർത്ഥങ്ങളും ഉണ്ടാക്കി വരാൻ സാധിക്കും. അത് സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കഴിയുന്നത്ര പദം പിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഒരു കാര്യം. രണ്ടാമത്, അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് കഴിയുന്നതും, നമുക്ക് മലയാളം ഒക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടോ, അധ്യാപകര് വേണ്ടത്ര ആ കാര്യത്തിൽ ഒരു ഊന്നൽ കൊടുക്കാത്തത് കൊണ്ടോ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ പലപ്പോഴും ശരിയാവാറില്ല. ഈ പാരായണം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഭാഗവതം, അതുപോലെ നമ്മൾ സഹസ്രനാമമോ അങ്ങനെയുള്ള മന്ത്രഭാഗങ്ങളൊക്കെ ചൊല്ലുമ്പോൾ, സ്തോത്രങ്ങൾ ചൊല്ലുമ്പോൾ കഴിയുന്നത്ര അക്ഷരങ്ങളുടെ ഒരു ശുദ്ധി, അക്ഷരങ്ങളെ കൃത്യമായി ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിലും ഇതുപോലെ അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഭാഗവതത്തിൽ തന്നെ പ്രസിദ്ധമായ 1-2 കഥകളുണ്ട്. ഏറ്റവും പ്രശസ്തമായ കഥ വൃത്രാസുരന്റെ കഥയാണ്. ഇന്ദ്രശത്രോ വിബദ്ധസ്വ, ഇന്ദ്രനെ കൊല്ലാൻ ശത്രു ഉണ്ടാകണം എന്ന് മന്ത്രം ചൊല്ലിയാണ് യാഗം ചെയ്തത്ര ത്വഷ്ടാവ് എന്ന ദേവൻ. പക്ഷെ ഇന്ദ്രനെ കൊല്ലാൻ എന്ന് ചൊല്ലി വന്നപ്പോൾ, അക്ഷരം ഉച്ചരിച്ചതിൽ ആ മാത്രകളുടെ വ്യത്യാസം വന്നപ്പോൾ ഇന്ദ്രനെ കൊല്ലാൻ എന്നതിന് പകരം ഇന്ദ്രന് കൊല്ലാൻ എന്നായിപ്പോയി. ഒരു എ എന്ന ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം കൊണ്ട് അർത്ഥത്തിൽ വരുന്ന വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇന്ദ്രനെ കൊല്ലാനുള്ള ശത്രുവും ഇന്ദ്രന് കൊല്ലാനുള്ള ശത്രുവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചെറിയൊരു അക്ഷരമാണ്, പക്ഷെ അർത്ഥത്തിൽ വലിയ വ്യത്യാസം വരും. ഇതുപോലെ പലയിടത്തും ഭാഗവതത്തിൽ വരും, മന്ത്രങ്ങളിൽ വരും. അതുകൊണ്ട് കഴിയുന്നതും അക്ഷരങ്ങളെ കൃത്യമായി ഉച്ചരിക്കാൻ, അതിൻ്റെ സ്ഥാനങ്ങളെ പഠിച്ച് ശ്രദ്ധിച്ച് ഉച്ചരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുക. പക്ഷെ നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വന്നില്ലെന്ന് വരും. അതുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കണം എന്നില്ല. കാരണം നമ്മുടെ മുഖ്യമായ ലക്ഷ്യം വായിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. അക്ഷരങ്ങൾ ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിലും പഠിക്കുക തന്നെ വേണം. അക്ഷരങ്ങൾ വരികയാണ് വേണ്ടത്. അതിൽ നമ്മൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തരുത്. പരമാവധി ശ്രമിക്കുക. ശരിയായിട്ടില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കും എന്ന് വിചാരിക്കേണ്ട. നമ്മൾ അത് വായിച്ച് തന്നെ മുമ്പോട്ട് പോവുക. ക്രമേണ ശരിയായിട്ട് വരികയും ചെയ്യും. കാരണം സംസ്കൃതത്തിന്റെ പഠനം നമ്മുടെ ഉച്ചാരണത്തെയും ബുദ്ധിയെയും ഓർമ്മയെയും ഒക്കെ നമുക്ക് മെല്ലെ മെല്ലെ പോകെ നമ്മളെ അങ്ങോട്ട് ശരിയാക്കിയെടുക്കും. പല കാര്യങ്ങളും നമ്മുടെ ഇംപ്രൂവ്മെന്റ്, നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര വളരെ സുഗമമാക്കും. ഓർമ്മയുടെ കാര്യത്തിലായാലും അക്ഷരങ്ങളുടെ കാര്യത്തിലായാലും അതുപോലെ ലോജിക്കിന്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ഈ സംസ്കൃതവും ഈ ശ്ലോകങ്ങളുടെ പഠനവും ഒക്കെ നമ്മളെ അതിൽ നല്ല രീതിയിൽ സഹായിക്കും. വീണ്ടും നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമതിം കഥാമൃത രസാസ്വാദ കുശല ശൗനകോ ബ്രവീത്. നൈമിഷേ, ആദ്യത്തെ പദം നൈമിഷേ, നൈമിഷം, നൈമിഷാരണ്യം എന്ന സ്ഥലം. സൂതം ആസീനം, സൂതം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സൂതൻ എത്തിച്ചേർന്നു. അഭിവാദ്യ മഹാമതിം, മഹാമതിയായ സൂതനെ അഭിവാദ്യം ചെയ്തിട്ട്. കഥാമൃത രസാസ്വാദ കുശല, കഥയുടെ അമൃതവും കഥയുടെ രസവും ആസ്വദിക്കുന്നതിൽ കുശലനായിട്ടുള്ള ശൗനകൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് തുടക്കം. ഇത് ഭാഗവത മഹാത്മ്യ ഗ്രന്ഥത്തില് നമ്മുടെ കയ്യിലുള്ളതിൽ ആര് പറഞ്ഞു എന്നില്ല. പക്ഷെ പത്മപുരാണത്തില് ഈ ശ്ലോകം മഹാദേവന്റെ വാക്കുകളാണ്. മഹാദേവനാണ് ഈ ശ്ലോകം ഉച്ചരിക്കുന്നത്. അപ്പോൾ മഹാദേവൻ പറയുകയാണ്, നൈമിഷാരണ്യത്തിൽ സൂതൻ വന്നു ചേർന്ന സൂതനെ
അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ച് ശൗനക മഹർഷി ഇങ്ങനെ ചോദിച്ചു. ശൗനക മഹർഷിയുടെ വിശേഷണമാണ് കഥാമൃത രസാസ്വാദ കുശലൻ എന്നുള്ളത്. ഈ വാക്കുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. സൂതൻ, കഥാമൃത രസാസ്വാദം, കുശലത്വം, ശൗനകൻ, ഇവരൊക്കെ എന്താണെന്നും ആരാണെന്നും ഒക്കെ നമുക്ക് ക്ലാസ്സിൽ കൂടുതൽ വിസ്തരിച്ച് കാണാം. ശൗനക മഹർഷിയുടെ വാക്കുകളിലേക്ക് വരികയാണ്. ശൗനക മഹർഷിയുടെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് സൂതൻ മാഹാത്മ്യ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അജ്ഞാന ധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണ രസായനം. അജ്ഞാന ധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ. നമ്മൾ വാക്കുകൾ ഇങ്ങനെ പിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കിയാലും വായിക്കുമ്പോൾ ഒന്നിച്ച് തന്നെ വായിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, അജ്ഞാന ധ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ. അജ്ഞാനമാകുന്ന ഇരുട്ടിൻ്റെ, ധ്വാന്തം ഇരുട്ട്, അജ്ഞാനമാകുന്ന ഇരുട്ടിൻ്റെ ആ വിധ്വംസിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന കോടി സൂര്യന് തുല്യമായ പ്രഭയോട് കൂടിയ സൂത, അങ്ങ് കഥാസാരം മമ കർണരസായനം, എൻ്റെ കർണരസായനമായിരിക്കുന്ന, എൻ്റെ കർണത്തിന് രസായനമായിരിക്കുന്ന കഥയുടെ സാരത്തെ, കഥാസാരത്തെ ആഖ്യാഹി, ആഖ്യാഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാലും. ഭക്തി ജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവൈഹി ക്രിയതേ കഥം. ഭക്തി ജ്ഞാന വിരാഗ ആപ്ത, ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്നിവയാൽ ഉണ്ടാകുന്ന വർദ്ധിക്കുന്ന വിവേകം, അത് എങ്ങനെയാണ് വൈഷ്ണവന്മാര് അത് നേടിയെടുക്കുന്നത്, വൈഷ്ണവ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഇത് എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? മായാമോഹ നിരാസശ്ച വൈഷ്ണവൈഹി, മായാമോഹ നിരാസഹ ച, നിരാസഹ ച എന്നുള്ളതാണ് നിരാസശ്ച എന്നാവുന്നത്. നമ്മൾ മുമ്പ് ആദേശസന്ധി, ആഗമസന്ധി എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു അക്ഷരം വേറൊരു അക്ഷരത്തോടു കൂടി ചേരുമ്പോൾ ഇവിടെ പുതിയൊരു അക്ഷരം ഉണ്ടാവുകയാണ്. ശ എന്ന അക്ഷരം ഉണ്ടായിട്ട് നിരാസഹ ച, നിരാസശ്ച എന്നായി തീരും. പക്ഷെ പിരിച്ചു മനസ്സിലാക്കിയാലും നമ്മൾ വായിക്കുമ്പോൾ നിരാസശ്ച തന്നെ വായിച്ചാൽ മതി. മായ മോഹ നിരാസശ്ച വൈഷ്ണവൈഹി ക്രിയതേ കഥം. വൈഷ്ണവന്മാര് ഇത് എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും അതിൽ നിന്നുണ്ടാകുന്ന വിവേകവും ഒക്കെ എങ്ങനെയാണ് വൈഷ്ണവന്മാർ നേടിയെടുക്കുന്നത്? ആ വിവേകം കൊണ്ടാണ്, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിൽ നിന്ന് ഉണ്ടായ വിവേകം കൊണ്ടാണ് മായയുടെ മോഹം നമുക്ക് ഇല്ലാതെയാവുന്നത്. അതിന് വൈഷ്ണവന്മാര് എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇനി ഇഹ ഘോരെ കലൗ പ്രായോ ജീവശ്ചാസുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനെ കിം പരായണം. അടുത്ത ചോദ്യമാണ്. ഇഹ ഘോരേ കലൗ പ്രായോ, ഈ ഘോരമായ കലികാലത്ത് ജീവഹ ച അസുരതാം ഗത, ജീവശ്ചാസുരതാം എന്നുള്ളത് ജീവഹ ച അസുരതാം, ജീവന്മാരൊക്കെ അസുരന്മാരായി തീർന്ന കാലഘട്ടത്തില്, അസുരന്മാരെ പോലെ ആയിത്തീർന്ന, അസുരതാം പ്രായ, അസുരന്മാരുടെ പോലെ ആയിത്തീർന്ന ഈ കാലഘട്ടത്തില് അതുകൊണ്ടുണ്ടാവുന്ന ക്ലേശങ്ങൾ, ക്ലേശാക്രാന്തസ്യ, ക്ലേശത്തിൽ നിന്ന്, ക്ലേശത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, തസ്യൈവ ശോധനെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, കിം പരായണം, എന്താണ് ഞങ്ങളൊക്കെ ചെയ്യേണ്ടത്, എന്താണ് വായിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നർത്ഥം. അടുത്ത ശ്ലോകം. ശ്രേയസാം യത് ഭവേത് ശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വദാധുന. ശ്രേയസാം യത് ഭവേത് ശ്രേയ, ശ്രേയസ്കരമായതിൽ വെച്ച് ഏറ്റവും ശ്രേയസ്കരമായതും പാവനമായത് പുണ്യമായതിൽ വെച്ച് ഏറ്റവും പുണ്യമായതും. ശ്രേയസാം യത് ഭവേത് ശ്രേയ, യത് ഭവേത് ശ്രേയ എന്ന് കാണാം. യത് ഭവേത് ശ്രേയ പാവനാനാം ച പാവനം, പാവനമായതിൽ വെച്ച് ഏറ്റവും പാവനമായത്. അതുപോലെ കൃഷ്ണപ്രാപ്തികരം, കൃഷ്ണനെ പ്രാപിക്കാൻ സഹായിക്കുന്നത്. ശശ്വത്,
എന്നും കൃഷ്ണനെ പ്രാപിക്കാൻ സാധിക്കുന്നത് ശശ്വത് സാധനം തത് വദ അധുന. ശശ്വത് സാധനം, അതാണ് ശശ്വൽ സാധനം. തത് വദ അധുന, അത് ഇപ്പോൾ പറഞ്ഞു തന്നാലും എന്നർത്ഥം. അടുത്ത ശ്ലോകം. ചിന്താമണിർ ലോകസുഖം സുരദ്രു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ചിന്താമണി ലോകസുഖം സുരദ്രുഹു സ്വർഗസമ്പദം പ്രയച്ഛതി ഗുരുഹു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. ചിന്താമണി എന്ന് പറഞ്ഞാൽ ഒരു രത്നക്കല്ലാണ് അത്ര. ആ കല്ലുകൊണ്ട് തൊടുന്നതൊക്കെ സ്വർണമായി തീരുന്നതാണ് സങ്കല്പം. ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്തൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുപോലെ ഒന്നാണ് ചിന്താമണി. ഭാരതത്തിലെ ഒരു സങ്കല്പമാണ് ചിന്താമണി. ചിന്താമണി കൊണ്ട് തൊടുന്നതൊക്കെ സ്വർണമാവും. അങ്ങനെ ചിന്താമണി കിട്ടിയാൽ ലോക ജീവിതം സുഖമാവും. സ്വർഗത്തില് സുരദ്രു കൽപ്പവൃക്ഷമുണ്ട്, അത് കിട്ടിയാൽ അതിന്റെ അനുഗ്രഹം കൊണ്ട് ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും, അപ്പോഴും സന്തോഷം ഉണ്ടാവും. സുരദ്രു സ്വർഗസമ്പദം. പക്ഷേ പ്രയച്ഛതി ഗുരുപ്രീതം, ഗുരുവിനെ കിട്ടുമ്പോഴാണ് വൈകുണ്ഠം യോഗി ദുർലഭം, യോഗികൾക്ക് പോലും ദുർലഭമായ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അപ്പൊ അതിനുള്ള ഉപായം പറഞ്ഞു തരണം എന്നാണ് ഈ 5 ശ്ലോകങ്ങളിലുള്ള ചോദ്യം. ഇതിന് മറുപടി ആയിട്ടാണ് സൂതൻ ആരംഭിക്കുന്നത്. സൂത ഉവാച പ്രീതി ശൗനക ചിത്തേത്തെ ഹ്യതോ വച്മി വിചാര്യച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം. പ്രീതി ശൗനക ചിത്തേത്തെ. ഹേ ശൗനക, പ്രീതി എനിക്ക് വളരെ സന്തോഷമുണ്ടായി, പ്രീതി ഉണ്ടായി. എങ്ങനെ? അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട്. ഹി അതോ വച്മി വിചാര്യ ച. ഹി അതോ, അതാണ് ഹി അതോ എന്നാണ്. അങ്ങയുടെ ഈ വാക്കുകളെ കേട്ടിട്ട് അത് വിചാരം ചെയ്തിട്ട് എനിക്ക് വളരെ പ്രീതി ഉണ്ടായി, എൻ്റെ ചിത്തത്തിൽ, എൻ്റെ മനസ്സിൽ വളരെ പ്രീതി ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. എങ്ങനെയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്? സർവസിദ്ധാന്ത നിഷ്പന്നം, എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും നിഷ്പന്നമായത്, അതിൽ നിന്നൊക്കെ ശേഖരിക്കപ്പെട്ടതായ സംസാര ഭയനാശനം, സംസാര ഭയത്തെ ഇല്ലാതെയാക്കി തീർക്കുന്നതുമായ. അടുത്ത ശ്ലോകത്തിലേക്കുള്ള വരികളാണ് അതൊക്കെ. ഇനി അടുത്ത ശ്ലോകം കൂടി ആകുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ, ആശയം പൂർണ്ണമാവുള്ളൂ. ഭക്തിയോഖവർദ്ധനം യച്ച കൃഷ്ണസന്തോഷ ഹേതുകം തദഹം തേഭിധാസ്യാമി സാവധാനതയാ ശൃണു. ഭക്തിയോഖവർദ്ധനം, ഭക്തിയുടെ കൂട്ടത്തെ വർദ്ധിപ്പിക്കുന്ന. ഭക്തി മാത്രമല്ല, ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, അതാണ് ഭക്തിയോഖം. അതിനെയൊക്കെ വർദ്ധിപ്പിക്കുന്ന ഭക്തിയോഖവർദ്ധനം യത് ച, ഏതൊന്നാണോ അത് കൃഷ്ണ സന്തോഷ ഹേതുകം, കൃഷ്ണന് സന്തോഷം ഉണ്ടാക്കുന്നതെന്നോ കൃഷ്ണനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നതെന്നോ അർത്ഥം എടുക്കാം. കൃഷ്ണ സന്തോഷ ഹേതുകം തത് അഹം, അത് ഞാൻ, തദഹം, തത് അഹം തേ അഭിധാസ്യാമി, അങ്ങേക്ക് പറഞ്ഞു തരാം. അഭിധാസ്യാമി, ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. സാവധാനതയാ ശൃണു, സാവധാനതയോട് കൂടിയിട്ട് കേട്ടാലും. സാവധാനത എന്ന് പറഞ്ഞാൽ അവധാനത എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുണ്ടാവും. നന്നായി വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിന് പുറകിലുള്ള വിശ്വാസം, അതിന് പുറകിലുള്ള ചിന്തകൾ, ഇതോടൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള കേൾവിയെയാണ് സാവധാനത എന്ന് പറയാം. നേരത്തെ കഥാമൃത രസാസ്വാദം എന്ന് പറഞ്ഞ വാക്ക് പോലെ തന്നെ ഒന്നാണ് സാവധാനത എന്ന വാക്ക്. ഇതും നമുക്ക് ക്ലാസ്സിൽ അതിൻ്റെ കൂടുതൽ വിസ്തരിച്ചിട്ടുള്ള ഭാഗങ്ങൾ അതിൽ കേൾക്കാം. അപ്പൊ ഇങ്ങനെയുള്ളത് അങ്ങ് സാവധാനതയോടുകൂടി കേട്ടാലും എന്നാണ്. അപ്പൊ ഇനി ആ പറയാൻ പോകുന്ന വിഷയത്തിന്റെ മഹത്വത്തെ ഒന്നും കൂടി എടുത്തു പറയാൻ പോവാണ്. കാല വ്യാള മുഖഗ്രാസ ത്രാസ നിർനാശ ഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. കീരൻ എന്ന് പറയുന്നത് ശ്രീശുക ബ്രഹ്മർഷിയുടെ മറ്റൊരു പേരാണ്. അപ്പൊ ആ ശ്രീശുക, കീരം എന്നത് തത്ത എന്നതിന് സംസ്കൃതത്തിലെ മറ്റൊരു പദമാണ്. അതുകൊണ്ട് കീരൻ ശ്രീശുകനാണ്. ഈ ശ്രീശുക ബ്രഹ്മർഷിയാൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ഭാഗവതം ഞാൻ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ളതാണ്? കാല വ്യാള മുഖ ഗ്രാസ ത്രാസ നിർനാശ ഹേതവേ. ഇത് ഒറ്റ വാക്കായിട്ടാണ് ഉപയോഗിച്ചത് ഇവിടെ. കാലവ്യാളം, കാലമാകുന്ന പാമ്പ്. മുഖഗ്രാസം, ഈ കാലമാകുന്ന പാമ്പിന്റെ
വായയിൽപ്പെട്ട അവസ്ഥ. കാല, വ്യാള, മുഖ, ഗ്രാസം. അങ്ങനെ വായയിൽപ്പെട്ടത് കൊണ്ടുണ്ടാവുന്ന ത്രാസം. ത്രാസം എന്ന് പറഞ്ഞാൽ ഭയം, വിഷമങ്ങൾ, പേടി എന്നൊക്കെ അർത്ഥം. കാല, വ്യാള, മുഖ, ഗ്രാസ, ത്രാസം. അങ്ങനെയുള്ള പേടിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നത്, നിർനാശം, ഇനി ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിൽ ഇല്ലാതെയാക്കുന്നത്. കാല, വ്യാള, മുഖഗ്രാസ, ത്രാസ, നിർനാശ ഹേതവേ. അതിനുള്ള കാരണമായിട്ടുള്ള ഹേതു, കാരണം, അതിനുള്ള കാരണമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം ശാസ്ത്രം, ശ്രീമദ് ഭാഗവതം എന്നു പേരുള്ള ശാസ്ത്രത്തെ കലികാലത്തിന് വേണ്ടി കീരനാൽ, ശ്രീശുകനാൽ പറയപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയുള്ളതാണ്? ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധ്യൈ ന വിദ്യത്തെ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. അതെങ്ങനെയുള്ളതാണ്? ഏതസ്മാത്, ആ പറയുന്ന ഇതുപോലെ, ഏതസ്മാത് ഇതിനേക്കാൾ, അപരം, ഏതസ്മാത് അപരം ഇതിനേക്കാൾ വലുതായി മറ്റൊന്നും തന്നെ, മനഃശുദ്ധ്യൈ, മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട്, കിഞ്ചിത് ന, കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. ഏതസ്മാത് അപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. ഏതസ്മാത് അപരം ഇതിനേക്കാൾ വലുതായിട്ട്, മനഃശുദ്ധ്യൈ, മനഃശുദ്ധിക്ക്, കിഞ്ചിത് മറ്റൊന്നും തന്നെ, ന വിദ്യതേ എനിക്കറിയില്ല. ന വിദ്യത ലോകത്തിൽ ഇല്ല തന്നെ എന്നർത്ഥം. ഞാൻ കേട്ടിട്ടേ ഇല്ല, അറിയുകയില്ല, മറ്റൊന്നും തന്നെ ഇല്ല എന്നർത്ഥം. ന വിദ്യതേ. അതുകൊണ്ട് സൂതന്റെ അഭിപ്രായം പോലെ പറയുകയാണ്, ജന്മാന്തരേ ഭവേത് പുണ്യം, ജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പുണ്യത്തിന്റെ ഫലമാണ് തഥാ ഭാഗവതം ലഭേത്, അങ്ങനെയാണ് ഭാഗവതം ലഭിക്കുക എന്ന്. ഇനി ഈ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് എന്നതിൻ്റെ വ്യാഖ്യാനം, അഥവാ അത് പറയാൻ എന്താണ് കാരണം എന്നത് വ്യക്തമാക്കുകയാണ് ഇനിയുള്ളത്. ഒരു സംഭവത്തെ, നടന്ന ഒരു സംഭവത്തെ കാണിച്ചു തരികയാണ്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. പരീക്ഷിതേ കഥാം വക്തും, പരീക്ഷത്തിന് കഥ പറഞ്ഞു കൊടുക്കാൻ പുറപ്പെടുന്ന സമയത്ത്, പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വ ഏവ, ഗൃഹീത്വൈവ എന്നത് ഗൃഹീത്വ ഏവ ദേവാഹ തത്ര, ദേവാസ്തത്ര, ദേവാഹ തത്ര സമാഗമൻ. പരീക്ഷത്തിന് കഥ പറയാൻ തയ്യാറായിട്ട് ശ്രീശുകൻ വന്നിരുന്ന സമയത്ത് അമൃതകലശവുമായിട്ട്, സുധാകുംഭം അമൃതകലശം, അമൃതകലശവുമായിട്ട് ദേവന്മാര് അവിടേക്ക് വന്നു ചേർന്നു. എന്നിട്ടോ, ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാ സുരാഹ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ശുകം നത്വാ വദൻ, ശുകനെ നമസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, സർവേ സ്വകാര്യ കുശലാഹ സുരാഹ, സ്വന്തം കാര്യം നോക്കുന്നതിൽ കുശലന്മാരായ ദേവന്മാർ, അവരവരുടെ കാര്യം നോക്കുന്നതിൽ മാത്രം കൗശലമുള്ള ദേവന്മാർ, കഥാസുധാം പ്രയച്ഛസ്വ, അവര് ശുകനോട് പറയുകയാണ്, കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വ ഏവ സുധാം ഇമാം, ഇമാം സുധാം, ഈ അമൃതകലശത്തെ, അവർ കൊണ്ടുവന്ന അമൃതകലശത്തെ കൊടുത്തിട്ട് ഇത് സ്വീകരിച്ചിട്ട് അങ്ങ് ഗൃഹീത്വ ഏവ, ഈ ഇത് സ്വീകരിച്ചതിന് ശേഷം കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വ ഏവ സുധാം ഇമാം. അവര് പറയാണ്, ഇമാം സുധാം ഗൃഹീത്വ ഏവ, ഈ സുധയെ, അമൃതകലശത്തെ, അവർ കൊണ്ടുവന്ന അമൃതകലശത്തെ സ്വീകരിച്ചിട്ട് കഥാസുധാം പ്രയച്ഛസ്വ, കഥാസുധയെ ഞങ്ങൾക്ക് തന്നാലും. അപ്പൊ കഥാസുധയെ ഞങ്ങൾക്ക് തരിക, പകരം ഈ അമൃതകലശത്തെ, പാലാഴി കടഞ്ഞു കിട്ടിയ അമൃതത്തെ ഞങ്ങൾ അങ്ങേക്ക് തരാം. അങ്ങേക്ക് തരണത് എന്തിനു വേണ്ടിയാ? പരീക്ഷത്തിന് കൊടുക്കാൻ വേണ്ടി, പരീക്ഷത്തിന്റെ മരണത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമൃതകലശം തരാം, പകരം കഥയെ, ഭാഗവതത്തെ ഞങ്ങൾക്ക് തരണം എന്ന് അവര് ശ്രീശുക ബ്രഹ്മർഷിയുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥന വെച്ചു എന്ന്. അപ്പോഴോ, ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ് ഭാഗവതാമൃതം. ഏവം
വിനിമയേ ജാതേ സുധാ രാജ്ഞ പ്രപീയതാം പ്രഭാസ്യാമോ വയം സർവേ ശ്രീമദ് ഭാഗവത അമൃതം. ഇങ്ങനെ ഏവം വിനിമയ ജാത, ഇങ്ങനെ വിനിമയം ചെയ്തിട്ട് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന ഈ അമൃതത്തെ രാജാവിന് കുടിക്കാൻ കൊടുത്താലും കഥാസുധയെ ഞങ്ങൾക്ക് തന്നാലും എന്നവരൊരു കച്ചവടത്തിന് വന്നതുപോലെ പറഞ്ഞു. ക്വ സുധ ക്വ കഥാലോകെ ക്വ കാച ക്വ മണിർ മഹാൻ ബ്രഹ്മരാതോ വിചാര്യൈവം തഥാ ദേവാൻ ജഹാസഹ. ക്വ സുധ ക്വ കഥാ ലോകേ ക്വ കാചഃ ക്വ മണിഃ മഹാൻ ബ്രഹ്മരാതോ വിചാര്യ ഏവം തഥാ ദേവാൻ ജഹാസഹ. അപ്പോ ഈ അമൃത കൊടുത്ത സമയത്ത് ശ്രീ ശുബ്രഹ്മർഷി ആലോചിക്കുകയാണ് ഇങ്ങനെ, ക്വ സുധ, ഇത് അമൃത എവിടെയാണ്? ക്വ കഥ, കഥ എവിടെ ഇരിക്കുന്നു? അമൃത എവിടെ ഇരിക്കുന്നു? ക കാജ ക മണിർ മഹാൻ, ഈ ഇരുമ്പും ദിവ്യമായ രത്നവും തമ്മിൽ എന്ത് അന്തരമുണ്ട്, എത്ര വ്യത്യാസമുണ്ട്. അതുപോലെ ഈ അമൃത കലശവും ഈ കഥയും തമ്മിൽ വളരെ അന്തരമുണ്ട്. ബ്രഹ്മരാധൻ, ശ്രീ ശിവബ്രഹ്മർഷിയുടെ മറ്റൊരു പേരാണ് ബ്രഹ്മരാധൻ. അദ്ദേഹം ഏവം വിചാര്യ ഏവം, വിചാരിച്ചുകൊണ്ട്, ഇങ്ങനെ വിചാരിച്ചുകൊണ്ട്, തഥാ ദേവാൻ ജഹാസഹ, ദേവന്മാരെ നോക്കി ഉറക്കെ ചിരിച്ചു. ജഹാസ പൊട്ടിച്ചിരിച്ചു എന്നാണ്. ദേവന്മാരെ നോക്കി പൊട്ടിച്ചിരിച്ചു എന്നാണ്. കാരണം കച്ചവടത്തിന് കൊണ്ടുവന്നതിന്റെ ഒരു അന്തരം, രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ ആലോചിച്ച് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു എന്നാണ്. അഭക്താം താംശ്ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ. അഭക്താം താംശ്ച വിജ്ഞായ, അഭക്താൻ താൻ ച വിജ്ഞായ. ഇവിടെ പുതിയൊരു സന്ധിയാണ്, ഇതുവരെ നേരത്തെ വന്നിട്ടില്ലാത്ത ഒന്നാണ്. അഭക്താൻ എന്ന ചില്ലക്ഷരത്തെ ഇവിടെ അനുസ്വാരമായിട്ട് മാറുകയാണ്. ഇടയ്ക്ക് അങ്ങനെ ഒരു സന്ധിയില്ല. അഭക്താൻ താൻ ച വിജ്ഞായ, അഭക്താൻ താൻ ച, അഭക്താം താംശ്ച വിജ്ഞായ, അവരൊക്കെ അഭക്തന്മാരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ന ദദൗ സ കഥാ അമൃതം, ഈ കഥാ അമൃതത്തെ ദേവന്മാർക്ക് കൊടുത്തില്ല, അവർക്ക് ശ്രീ ശിവബ്രഹ്മർഷി കൊടുത്തില്ല. അപ്പോഴോ ശ്രീമദ് ഭാഗവതി വാർത്ത, അതുകൊണ്ട് ശ്രീമദ് ഭാഗവതി വാർത്ത, ഈ ശ്രീമദ് ഭാഗവത വിഷയം സുരാണാം അപി, ദേവന്മാർക്ക് പോലും ദുർലഭ, ദേവന്മാർക്ക് പോലും വളരെ ദുർലഭമാണ് എന്നർത്ഥം. ദേവന്മാർക്കും കൂടി വളരെ ദുർലഭമായതാണ് ഈ ഭാഗവത വൃത്താന്തം, ഭാഗവത കഥ എന്നർത്ഥം. ഒരു സംഭവത്തെയാണ് പറഞ്ഞത്. ഇതുകൊണ്ട് ജന്മാന്തരേ ഭവേത് പുണ്യം, ജന്മാന്തരങ്ങളിലെ പുണ്യം കൊണ്ടാണ് ഭാഗവതം നമുക്കൊക്കെ കിട്ടുന്നത് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു ഇതുപോലെ ഉണ്ടായ ഒരു സന്ദർഭം പറയുകയാണ്. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാതാപി വിസ്മിത സത്യലോകേ തുലാം ബദ്ധ്വാ തോലയൽ സാധനാന്യച. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാതാ അപി വിസ്മിത, ധാതാ അപി വിസ്മിത സത്യലോകേ തുലാം ബദ്ധ്വാ തോലയത് സാധനാനി അജഹ. ഇവിടെ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ, ഇത് ഗുരുവായൂർ ദേവസ്വം വളരെ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്ന അഡ്വക്കേറ്റ് ശ്രീധര വാര്യരുടെ പുസ്തകമാണ്. അപ്പം അതിൽ തോലയത് എന്നാണ്, സംസ്കൃത പുസ്തകങ്ങളിലും തോലയത് എന്നാണ്, പക്ഷെ മലയാളത്തിലെ പല പുസ്തകങ്ങളിലും അതോലയത് എന്നാണ് ഉണ്ടാവുക. ഇവിടെ അതോലയത്, രണ്ടും അർത്ഥത്തിൽ വ്യത്യാസമില്ല, ഒരേ അർത്ഥം തന്നെ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ അതോലയത് എന്നാണ് അധികം ഉണ്ടാവുക, അങ്ങനെ തന്നെ വായിച്ചാൽ മതി, കുഴപ്പമില്ല, തെറ്റില്ല എന്നർത്ഥം. സത്യലോകെ തുലാം ബദ്ധ്വ തോലയത് സാധനാനി അജഹ. രാജ്ഞോ മോക്ഷം തഥാപേക്ഷ, രാജാവിന് മോക്ഷം കിട്ടുന്നത് അങ്ങനെ കണ്ടിട്ട്, അപ്പൊ ഈ ശ്രീ ശിവബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം പരീക്ഷത്തിന് മുക്തി കിട്ടുന്നത് കണ്ടിട്ട് പണ്ട് ധാതാഭി വിസ്മിത, ധാതാ ബ്രഹ്മാവിന്റെ പേരാണ്, ബ്രഹ്മാവിന് പോലും വിസ്മയം ഉണ്ടായി. അങ്ങനെ ബ്രഹ്മാവ് സത്യലോകത്ത് തുലാം ബദ്ധ്വ, ഒരു ത്രാസ് ഉണ്ടാക്കിയിട്ട് അതില് ഈ സാധനങ്ങൾ സാധനയ്ക്ക് ഉപയോഗിക്കുന്നവ ആണ് സാധനങ്ങൾ, ആ സാധനങ്ങളെയൊക്കെ തൂക്കി നോക്കി, അതോലയത് അല്ലെങ്കിൽ തോലയത് എന്ന് പറഞ്ഞാൽ തൂക്കി നോക്കി എന്നർത്ഥം. അങ്ങനെ തൂക്കി നോക്കിയപ്പോഴോ
ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇതം മഹത് തത് ഋഷിഗണാ സർവേ വിസ്മയം പരമം യയു. അങ്ങനെ നോക്കിയപ്പോ ലഘൂനി അന്യാനി ജാതാനി ഗൗരവേണ ഇതം മഹത് തത് ഋഷിഗണാഹ സർവേ വിസ്മയം പരമം യയു. ലഘൂനി ലഘൂനി അന്യാനി, മറ്റുള്ളവയൊക്കെ, അന്യാനി മറ്റുള്ളവയൊക്കെ, ഭാഗവതം ഒഴിച്ച് മറ്റുള്ള സാധനയ്ക്ക് ഉപയോഗിക്കുന്നവയൊക്കെ തൂക്കിയപ്പോ മറ്റുള്ളതൊക്കെ ലഘൂനി ജാതാനി ഒക്കെ വളരെ ലഘുവായി തീർന്നു. ഭാരം ഭാഗവതത്തിന്റെ ഭാഗത്ത് കൂടുതൽ വന്നു. മറ്റുള്ള സാധനങ്ങളൊക്കെ തൂക്കം കുറവായിട്ടും വന്നു. അങ്ങനെ കണ്ടപ്പോ ഋഷിഗണാഹ സർവേ, ഋഷിഗണങ്ങളൊക്കെ വിസ്മയം പരമം ചെയ്യും, അവർക്കും വലിയ അത്ഭുതമുണ്ടായി, അവരും വിസ്മയിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ അവരൊക്കെ തീരുമാനിച്ചു എന്ത്? മേനിരെ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാൽ ശ്രവണാൽ സദ്യോ വൈകുണ്ഠ ഫലദായകം. ഇവരെന്ത് തീരുമാനമായി? മേനിരെ ഭഗവത് രൂപം, ഭഗവത് രൂപം, ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാത് ശ്രവണാത് സദ്യ, പഠനാൽ ശ്രവണാൽ സദ്യോ, തിരിച്ചു വായിക്കുമ്പോൾ പഠനാത് ശ്രവണാത് സദ്യ, സദ്യോ എന്നുള്ളത് സദ്യ, വൈകുണ്ഠ ഫലദായകം. ഇവർക്ക് എന്ത് ബോധ്യം വന്നു? ഋഷിമാർക്കൊക്കെ ഇത് ഭാഗവതം ഭഗവത് രൂപം, ഇത് ഭഗവാന്റെ തന്നെ രൂപമാണ് എന്ന് അവർക്ക് ഉറപ്പായി. മാത്രമല്ല ഭാഗവതം ശാസ്ത്രമാണ് എന്ന് അവർക്ക് ഉറപ്പായി. കലികാലത്തിലേക്ക് ഇത് പഠിച്ചാൽ, ഈ ഭാഗവതത്തെ പഠിച്ചാൽ വൈകുണ്ഠ ഫലദായകമാണ്, വൈകുണ്ഠ ഫലത്തെ, വൈകുണ്ഠപ്രാപ്തിയെ തന്നെ നമുക്ക് അനുഗ്രഹിച്ച് തരുന്നതാണെന്ന് അവർക്ക് ബോധ്യമായി. അതെങ്ങനെയായാൽ പഠനാത് ശ്രവണാത്, പഠിച്ചാലും കേട്ടാലും, പഠിച്ചാലും കേട്ടാലും സദ്യോ, സദ്യോ എന്ന് വെച്ചാൽ ഒറ്റ തവണ കേട്ടാൽ, വേണ്ടതുപോലെ ഒരു തവണ കേട്ടാൽ, വേണ്ടതുപോലെ ഒരു തവണ പഠിച്ചാൽ വൈകുണ്ഠ ഫലത്തെ, മുക്തിയെ നമുക്ക് പകർന്നു തരുന്നതാണ് എന്നവർക്കൊക്കെ ബോധ്യമായി. അവരൊക്കെ അത് തീരുമാനമായി, നിശ്ചയിച്ചു എന്നൊക്കെ അർത്ഥം. ഇങ്ങനെ ആദ്യത്തെ 20ഓളം ശ്ലോകങ്ങളാണ്. ശ്ലോക സംഖ്യയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, കാരണം ഓരോ ഗ്രന്ഥത്തില് ഇത്തിരിയൊക്കെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ചിലപ്പോൾ ആദ്യം വ്യത്യാസം ഉണ്ടാവാം. ഏതായാലും ഈ ഒരു പ്രകരണ ഭാഗമാണ്, മാഹാത്മ്യത്തിലെ 1ാമത്തെ അധ്യായത്തിലെ ഒരു പ്രകരണ ഭാഗമാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക, മുഴുവനുമായിട്ട് നിങ്ങൾ കേട്ടതിന് ശേഷം സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ കുറിച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. സംശയങ്ങൾ ചോദിക്കാനും മറുപടി പറയാനൊക്കെ ഉള്ള സാവകാശം നമുക്ക് ആ സമയത്ത് വെക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇടയ്ക്ക് ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ട് സംശയങ്ങൾ ചോദിക്കണ്ടായിരുന്നു. പറ്റുന്നവർക്കൊക്കെ മറുപടി അയച്ചിട്ടുണ്ട് വോയിസ് ആയിട്ട്. ചിലപ്പോൾ ഒക്കെ ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ വിട്ടുപോകുമല്ലോ. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. ക്ലാസ്സിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ് ഒരു 1 വേ ആയിട്ട്, ക്ലാസ് പോലെ മാത്രമല്ല, നിങ്ങൾക്കും ഇതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ, കഥകൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പുതിയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ഓപ്പൺ ചർച്ച പോലെ നമുക്ക് ക്ലാസ്സിൽ മുമ്പോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ വിസ്തരിച്ചിട്ട് ഈ ഭാഗം ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുരുപരമ്പര എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരും.